കോൺഗ്രസിൽ സ്ത്രീകൾ നേരിട്ടത് കടുത്ത അവഗണനയെന്ന ബി.ജെ.പിയിൽ ചേർന്ന മുൻ എ.ഐ.സി.സി അംഗം തങ്കമണി ദിവാകരൻ. നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ തന്നെ ആകർഷിച്ചതായും തങ്കമണി ദിവാകരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് എൻ.ഡി.എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനാണ് ബി.ജെ.പിയിലേക്ക് തങ്കമണിയെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചത്. പ്രശാന്ത് ശങ്കർമലത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രശാന്ത്, വിശദാംശങ്ങൾ. മഹിളാ കോൺഗ്രസിന്റെയും ജില്ലാ നേതൃത്വത്തിന്റെയും ചുമതലയുണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് തങ്കമണി ദിവാകരൻ. എ.ഐ.സി.സി അംഗം കൂടിയായിരുന്നു. അവരാണിന്ന് ബി.ജെ.പിയിലേക്ക് ചേർന്നിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, വികസന നേട്ടങ്ങളൊക്കെ തന്നെ ആകർഷിച്ചു എന്നാണ് അവർ പറയുന്നതും. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിലാണ് അവർ ബി.ജെ.പി അംഗത്വം സ്വീകരിച്ചതും. പ്രശാന്ത, വിശദാംശങ്ങൾ. ഇന്ന് രാവിലെ 10 മണിക്കാണ് തങ്കമണി ദിവാകരൻ ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിച്ചത്. കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ തങ്കമണി ദിവാകരനെ ഷാൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തു. കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് ബി.ജെ.പിയിലേക്ക് അംഗത്വമെടുത്തതിനു ശേഷം തങ്കമണി ദിവാകരൻ പറഞ്ഞത്. അതായത് താൻ 27 വയസ്സ് മുതൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരുന്ന ആളാണ്. എന്നാൽ തനിക്ക് അർഹിക്കുന്ന പ്രാധാന്യം അല്ലെങ്കിൽ പ്രാതിനിധ്യം ഈ കോൺഗ്രസിൽ നിന്ന് ലഭിച്ചില്ല എന്നാണ് അവർ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അതായത് മോദി സർക്കാരിന്റെ വികസനങ്ങളാണ്, അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഒക്കെ ഊട്ടിയുറപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു വികസന പദ്ധതികൾ ആണ് തന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്, ബി.ജെ.പിയിലേക്ക് എത്തുവാൻ ആകർഷിച്ചത് എന്നും തങ്കമണി ദിവാകരൻ പറയുകയുണ്ടായി. അതായത് കോൺഗ്രസിനെയും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളും ഉന്നയിക്കുകയും ചെയ്തു. അതായത് സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കോൺഗ്രസിൽ നിലനിൽക്കുന്നു എന്നതടക്കമുള്ളൊരു വിമർശനവും അവർ ഉന്നയിക്കുകയും ചെയ്തു. സ്ത്രീകളെ ബഹുമാനിക്കുവാൻ കോൺഗ്രസിലെ നേതാക്കളടക്കം തയ്യാറാകുന്നില്ല, അവർ വിമുഖത കാണിക്കുന്നു എന്നെല്ലാം പറയുകയും ചെയ്തു. പലതവണ തനിക്ക് കോൺഗ്രസിൽ നിന്നും അവഗണന നേരിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളാണ് തന്നെ കോൺഗ്രസിൽ നിന്നും രാജിവെക്കാനുള്ളൊരു പ്രേരിപ്പിച്ച പ്രേരണാ ഘടകമായി വന്നത്. എന്തായാലും ബി.ജെ.പിയിലേക്ക് എത്തുമ്പോൾ താൻ പൂർണ്ണ വിശ്വാസമുണ്ട്, തനിക്ക് അർഹിക്കുന്ന പ്രാതിനിധ്യം കിട്ടുമെന്നും അതുപോലെ തന്നെ അംഗീകരിക്കുമെന്നും എന്നും അവർ പറയുകയും ചെയ്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ, വിശേഷിച്ചും നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണ് തന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതെന്ന് അവർ എടുത്തു പറയുകയും ചെയ്തു. തിരുവനന്തപുരത്ത് ബി.ജെ.പി സ്ഥാനാർത്ഥികളെ അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതോടുകൂടി രാജ്യത്തിന്റെ ഒരു അഭിവൃദ്ധിയും അതുപോലെ തന്നെ മറ്റ് കേരളത്തിനും മറ്റു സംസ്ഥാനങ്ങളോടൊപ്പം തന്നെ കേരളത്തിനും വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നും അവർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ബി.ജെ.പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന്റെ ഒരു ആവശ്യകത വളരെ വലുതാണെന്നും ബി.ജെ.പി അംഗത്വം എടുത്തതിനു ശേഷം തങ്കമണി ദിവാകരൻ പറയുകയുണ്ടായി. അനു. ശരി പ്രശാന്ത്.